കണ്ണൂരിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണം പിൻവലിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും വൺവേ സംവിധാനമാക്കിയത് ഉൾപ്പെടെയുള്ള പരിഷ്കാരമാണ് പിൻവലിച്ചത്. പരിഷ്കാരത്തിനെതിരെ വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് പിൻവലിച്ചത്. കണ്ണൂർ നഗരത്തിൽ വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടുകൂടിയാണ് ട്രാഫിക് പരിഷ്കരണം നിലവിൽ വന്നത്. ഓണത്തിരക്ക് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ട്രാഫിക് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ വ്യാപക പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നത്. ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളുമാണ് പ്രതിഷേധവുമായി രംഗത്തു വന്നത്. IOCക്ക് മുന്നിലെ ഓട്ടോ ഡ്രൈവർമാരും മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരും പ്രതിഷേധം ഉയർത്തി. പ്രശ്നം രൂക്ഷമായതോടെ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡി സ്ഥലത്തെത്തി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ബസ്സുകൾ ഉൾപ്പെടെ നഗരം ചുറ്റിപ്പോകേണ്ട സ്ഥിതി പുതിയ പരിഷ്കരണത്തിലൂടെ ഉണ്ടായിരുന്നു. ഇതാണ് എതിർപ്പിന് ഒരു കാരണം. ഓട്ടോ ഡ്രൈവർമാരും ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധിച്ചത്. പരാതി വ്യാപകമായതോടെ വിഷയത്തിൽ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ MLA-യും മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിരയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റിജുൽ മാക്കുറ്റി, റിഷാം താണ, കൗൺസിലർ സഹദ് എന്നിവരും ഇടപെട്ടു. കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡിയുമായും ACP MP ആസാദുമായും ഇവർ സംസാരിക്കുകയും ചെയ്തു. തുടർന്നാണ് ട്രാഫിക് പരിഷ്കരണം പിൻവലിക്കാൻ പോലീസ് തയ്യാറായത്. വൈകിട്ടോടെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.